ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ Ramakrishnan T B MD and CEO ഓഫ് Sharewealth Securities ലിമിറ്റഡ് ആണ്. ഒപ്പം SEBI രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇനി നമ്മൾക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് നോക്കാം. ഇന്ന് ഗ്ലോബലി ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റുകളും വീക്കായിട്ടാണ് ട്രേഡിങ്ങിനായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. ഏഷ്യൻ മാർക്കറ്റുകൾ മെജോറിറ്റി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. തൈവനീസ് മാർക്കറ്റ് മാത്രമാണ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ട് ട്രേഡ് ചെയ്യുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നലെ ഗ്ലോബൽ മാർക്കറ്റുകളിലുണ്ടായിട്ടുള്ള സെൽ ഓഫ് ആണ്. അമേരിക്കൻ മാർക്കറ്റുകൾ 3 ഇൻഡൈസുകളും ഇന്നലെ വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഡൗ ജോൺസ് 231 പോയിൻറ്റും അതുപോലെ തന്നെ S&P 500 47 പോയിൻറ്റും നാസ്ഡാക്ക് 160 പോയിൻറ്റും വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് വിക്സ് 18.53 കൂടിയിരിക്കുകയാണ്. മിനിഞ്ഞാന്നത് 17.53 ആയിരുന്നു. ഇത് സൂചിപ്പിക്കുന്നത് സ്ലൈറ്റ്ലി ഹയർ സെല്ലിംഗ് പ്രഷറിനെയാണ്. ഈ സെല്ലിംഗ് പ്രശ്നം ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണം US ഡെറ്റ് സീലിംഗ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ തീരുമാനം ഉണ്ടാവുന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. ഡിലേഡ് ഡിസിഷൻ ആയിരിക്കാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിലുണ്ട്. ഒപ്പം ഇന്നലെ വന്നിട്ടുള്ള 1-2 എക്കണോമിക് ഡാറ്റകളും സ്ലൈറ്റ്ലി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ കൂട്ടാൻ ഇടയാക്കുന്നുള്ളൊരു സെൻറ്റിമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ടെമ്പററി ഫിനോമിനൻ ആണെന്നാണ് പറയുന്നത്. കാരണം US പുറത്തു വന്നുള്ള പ്രിലിമിനറി മാനുഫാക്ചറിങ് ഡാറ്റയൊക്കെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യില്ല എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ്. US ഡെറ്റ് സീലിംഗ് സംബന്ധിച്ചുള്ള തീരുമാനം വന്നു കഴിഞ്ഞാൽ US മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് ആണ് കൂടുതൽ കാണുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ തന്നെ കമോഡിറ്റികൾ ക്രൂഡ് ഓയിൽ ഒഴികെ ബാക്കി എല്ലാ കമോഡിറ്റികളും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തത്. ഗോൾഡ് $19.50 പെർ ഔൺസിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ട്രേഡ് ചെയ്യുന്നത് മോർണിംഗിൽ $1975 പെർ ഔൺസിന് തന്നെയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. $76.84 പെർ ബാരലിനാണ് ഇന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇന്ന് മോർണിംഗിൽ $77.61 പെർ ബാരലിനാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം സൗദി ഓയിൽ മിനിസ്റ്ററുടെ വാണിംഗ് ആണ്. അദ്ദേഹം ട്രേഡേഴ്സിനെ വാൺ ചെയ്തിരിക്കുകയാണ്. കാരണം ഷോർട്ട് സെല്ലിംഗ് നടത്തി ക്രൂഡ് ഓയിൽ പ്രൈസ് താഴ്ത്തി കഴിഞ്ഞാൽ ഒപ്പക്ക് വീണ്ടും പ്രൊഡക്ഷൻ കട്ട് കൊണ്ടുവരും എന്നുള്ള തരത്തിലുള്ള സൂചന നൽകിയതാണ് ഒരു ഷോർട്ട് കവറിങ്ങിന് ക്രൂഡ് ഓയിലിൽ കാരണമായിട്ടുള്ളത്. അതുപോലെ തന്നെ US ക്രൂഡ് ഇൻവെൻട്രീനെ സംബന്ധിച്ചുള്ള ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ക്രൂഡ് ഓയിലിന് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ മറ്റ് മെറ്റൽസ് എല്ലാം വീക്കാണ്. കോപ്പർ നവംബർ 22 ശേഷം $8,000 പെർ ടണ്ണിന് താഴേക്ക് പോയിരിക്കുകയാണ്. ഇത് പൊതുവെ എക്കണോമി ആക്ടിവിറ്റി വീക്കായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് കോപ്പർ താഴെ പോയിട്ടുള്ളത്. ഇനി നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് ഇന്നത്തെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ചൈനീസ് മാർക്കറ്റ് വീക്കാണ്. അതുപോലെ തന്നെ ജാപ്പനീസ് മാർക്കറ്റ് 8 ദിവസത്തെ ഗെയിനിന് ശേഷം ഇന്നലെ താഴെ വന്നിരുന്നു. അതുപോലെ തന്നെ ഇന്നും സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇന്നലെയും ചെറുതായിട്ട് ബയേഴ്സ് തന്നെയാണ്. ഒപ്പം അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള പോസിറ്റീവ് ന്യൂസാണ് ഇന്നലെ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഇന്നും കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ വൊളാറ്റിലിറ്റി കൂടും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ കൂടിയുണ്ട്. അഡാനി ഗ്രൂപ്പിൽ മാർച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്ന GQG പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ വീണ്ടും $1.5 ബില്യൺ കഴിഞ്ഞ ദിവസങ്ങളിൽ അഡാനി ഗ്രൂപ്പ് ഓഫ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് വാങ്ങിയെന്നാണ് പറയുന്നത്. വീണ്ടും അവർ $1 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഡാനി ഗ്രൂപ്പിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. ടോട്ടൽ $4.5 ബില്യൺ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരികയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഹൈ വൊളാറ്റിലിറ്റി അഡാനി ഗ്രൂപ്പിൽ കാണിക്കാനുള്ള ചാൻസസ് ഉണ്ട്. കഴിഞ്ഞ 2 ദിവസമായിട്ട് വലിയ രീതിയിൽ മുന്നേറിയ കാരണം തീർച്ചയായിട്ടും അതിലൊരു പ്രോഫിറ്റ് ബുക്കിങ്ങും അതുപോലെ തന്നെ വൊളാറ്റിലും കൂടാനുള്ള ചാൻസസ് ഉണ്ട്. മറ്റ് ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻ ആണ്. Q4 എന്നുള്ള റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് കമ്പനികളിൽ നല്ല റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ളത്. ബയോകോൺ നല്ലൊരു റിസൾട്ടാണ്. ഡ്രീം ഫോക്സ് നല്ല റിസൾട്ടാണ്. NMDC നല്ല റിസൾട്ടൊക്കെയാണ്. പൊതുവെ ബെറ്റർ റിസൾട്ടുകളാണ് ഇന്നലെ വന്നിട്ടുള്ളത്. ഇന്നും ധാരാളം റിസൾട്ടുകൾ വരുന്നുണ്ട്. ആ റിസൾട്ടിൻ്റെ ഇമ്പാക്റ്റിനനുസരിച്ചായിരിക്കാം മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നത്. ഇനി നമ്മളിന്നൊരു സ്റ്റോക്ക് ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. സിർമ
SGS ടെക്നോളജിയാണ്. PCB ഇലക്ട്രോണിക് മാനുഫാക്ചറിങ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 2022 ഓഗസ്റ്റിലാണ് ഇവർ IPO വന്നത്. 220 രൂപ പെർ ഷെയറാണ് IPO വന്നത്. 10 രൂപ ഫേസ് വാല്യുള്ള ഷെയറാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന. അറൗണ്ട് 360 മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഡെലിവറി ആയിട്ട് വാങ്ങാവുന്ന ഒരു സ്റ്റോക്കാണ്. നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലൊക്കെ കാണുന്നത് 18,100, 18,200 ലെവലുകളാണ്. ഈ ലെവലുകളിൽ നിന്ന് റീബൗണ്ട് ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ കാണുന്നത്. തീർച്ചയായിട്ടും നമുക്കൊരു വൊളാറ്റിലിറ്റി അടുത്ത 2 ദിവസങ്ങളിലും ഇന്നും ഒക്കെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നല്ല ഫാള് വരികയാണെങ്കിൽ നമ്മൾ മുമ്പ് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഘട്ടമായിട്ട് വാങ്ങാനുള്ള ഒരു ഡിസിഷൻ എടുക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.